തായ്വാന് കൂടുതൽ സൈനിക സഹായം നൽകുന്ന അമേരിക്ക തീകൊണ്ട് കളിക്കുകയാണെന്ന് ചൈന. തായ്വാനിലെ സമാധാനവും സ്ഥിരതയും തകർക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ അവസാനിപ്പിക്കാനും അമേരിക്കയോട് ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. തായ്വാന് കൂടുതൽ സൈനിക സഹായവും ആയുധ വിൽപ്പനയും നൽകുമെന്ന് യുഎസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്ക തീകൊണ്ട് കളിക്കുകയാണെന്ന പ്രസ്താവനയുമായി ചൈന രംഗത്തെത്തിയത്. അൽ ജസീറയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. തായ്വാനിലെ കടലിടുക്കിലെ സമാധാനവും സുസ്ഥിരതയും തകർക്കുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തായ്വാന് $571 മില്യൺ പ്രതിരോധ സഹായത്തിന് അനുമതി വെള്ളിയാഴ്ച വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചിരുന്നു. യുഎസിന്റെ നീക്കം ചൈനയുടെ പരമാധികാരത്തെയും സുരക്ഷാ താൽപര്യങ്ങളെയും ലംഘിക്കുന്നുവെന്നും ചൈനീസ് മന്ത്രാലയം അറിയിച്ചു. യുഎസിന്റെ ഇത്തരം നടപടികൾ തായ്വാനെ ആയുധമാക്കുന്നത് നിർത്തണമെന്നും തായ്വാൻ പ്രശ്നം അതീവ ജാഗ്രതയോടെ നേരിടണമെന്നും ചൈനീസ് ഓഫീസ് വക്താവ് ഷു ഫെങ്ലിയൻ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിലും തായ്വാനിൽ $2 ബില്യൺ ആയുധ വിൽപ്പനയ്ക്ക് യുഎസ് അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഉൾപ്പെടെ തായ്വാനിൽ രാഷ്ട്രീയപരവും സൈനികപരവുമായി സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും തായ്വാന് സഹായങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും ചൈന യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു. കോംപ്രിഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് അഗ്രിമെന്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് എന്ന സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയുടെ ഭാഗമാകാനുള്ള തായ്വാന്റെ ശ്രമങ്ങളാണ് ഈയടുത്ത് ചൈനയെ തായ്വാനെതിരെ കൂടുതൽ പ്രകോപനപരമായ നടപടി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ചൈന തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ തായ്വാന് മുകളിലൂടെ പറത്തുന്ന നടപടി തുടങ്ങിയത്. തായ്വാനെ പ്രകോപിപ്പിക്കുക തന്നെയാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ കാണുന്നത്. 7 പതിറ്റാണ്ട് മുൻപ് നടന്ന ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് തായ്വാൻ ചൈനയിൽ നിന്നും വ്യത്യസ്തമായ ഭരണം ആരംഭിച്ചത്. ചൈനയുമായി ഊഷ്മളമായ നയതന്ത്ര ബന്ധം നിലനിർത്തുന്നത് യുഎസിന്റെ ദീർഘകാലത്തെ താൽപര്യമാണെന്ന് യുഎസ് പറയുമ്പോഴും തായ്വാനെ കിഴക്കൻ ഏഷ്യയിലേക്ക് തങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്നതിന് തായ്വാൻ ഉപകാരപ്രദമാകുമെന്ന് യുഎസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചൈനയ്ക്കെതിരെ നിലകൊള്ളാൻ തന്ത്രപ്രധാനമായ പ്രദേശമാണ് തായ്വാൻ. ചൈനയെപ്പോലെ യുഎസും തായ്വാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ തായ്വാനുമായി നല്ല ബന്ധം തുടരാനാണ് യുഎസിന്റെ തീരുമാനം. 1979 ശേഷം തായ്വാനുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചത് 2016 അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. തുടർന്ന് 2017 ട്രംപ് തായ്വാനിന് $1.4 ബില്യൺ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരുന്നു. തായ്വാന് മേൽ പ്രത്യേക താൽപര്യം തുടരുന്ന ട്രംപിന്റെ നിലപാടിന് അനുസ്യൂതമായി തന്നെയാണ് ബൈഡനും പെരുമാറിവരുന്നത്. വീണ്ടും ട്രംപ് അധികാരത്തിലേറുന്നതോടെ എന്തായിരിക്കും തായ്വാനുമേൽ ട്രംപ് സ്വീകരിക്കാൻ പോകുന്ന നടപടിയെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. തായ്വാന് യുഎസ് കൂടുതൽ സായുധ സഹായങ്ങളും മറ്റും നൽകുകയാണെങ്കിൽ ചൈന യുഎസിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചേക്കുമെന്നാണ് പാശ്ചാത്യ നിരീക്ഷകരുടെ നിഗമനം. അതേസമയം ആയുധങ്ങൾ നൽകിയതിന് തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. $2 ബില്യൺ ഭൂതല വ്യോമ മിസൈൽ സംവിധാനത്തിന്റെ കരാറിൽ ഇരു രാജ്യങ്ങളും ഒക്ടോബറിൽ ഒപ്പിട്ടിരുന്നു. അതിനിടെ ചൈനീസ് അധിനിവേശമുണ്ടായാൽ തായ്വാന് സംരക്ഷണം നൽകാമെന്ന് ഉറപ്പു നൽകാനാകില്ലെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. സംരക്ഷണത്തിന് പണം നൽകണമെന്നും ട്രംപ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.